PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ കേറ്റഡ് കാറ്റഗറി 3 and 2 സോഷ്യൽ സയൻസിന്റെയും HSA സോഷ്യൽ സയൻസിന് വേണ്ടി 50 മാർക്കിൽ ഒരു മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ മോഡൽ എക്സാം ആണ് നമ്മൾ നടത്താൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്കറിയാം കേറ്റഡ് പരീക്ഷയെ അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പരീക്ഷ ഒരു മോഡൽ എക്സാം പോലെ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഏകദേശം ഒരു 1.5 മാസം കഴിയുമ്പോൾ HSA സോഷ്യൽ സയൻസിന്റെ പരീക്ഷയും വരുവാണ്. അപ്പൊ അതിനും നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ് കേട്ടോ. കൃത്യമായ സിലബസ് വെച്ചിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടി 50 ചോദ്യങ്ങളും തിരഞ്ഞെടുത്തേക്കുന്നത്. അപ്പൊ എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോക്ക് ലൈക്ക് അടിക്കുന്ന കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. HSAക്കും കേറ്ററ്റിനും ഒക്കെ വേണ്ടി നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പാണ്, ഗ്രൂപ്പിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ HSAക്ക് വേണ്ടി പഠിക്കുന്ന HSA സോഷ്യൽ സയൻസിന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള പോർഷൻസ് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ HSA സോഷ്യൽ സയൻസ് സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാം. കേറ്റഡ് കാറ്റഗറി 3 and 2 സോഷ്യൽ സയൻസ് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്ക് സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ കേറ്റഡ് കാറ്റഗറി ഏത് കാറ്റഗറിയിലാണോ സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടത് അത് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വേണം വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാൻ. അപ്പോൾ നമ്മൾ ഒരു പേനയും പേപ്പറും എല്ലാവരും എടുത്തിട്ട് ഈ ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഉത്തരം പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ അത് ഒന്ന് ടിക്ക് ചെയ്ത് പോകുക. അപ്പോൾ ടോട്ടൽ എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യാനോട് മറക്കുക കേട്ടോ. ഇതുപോലത്തെ മോക്ക് ടെസ്റ്റ് വേണമെങ്കിൽ കമന്റ് ചെയ്താൽ തുടർന്ന് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് ചോദ്യം ഇതാണ്: സുന്ദരവനം എന്ന പേര് ലഭിക്കാൻ കാരണമായ കണ്ടൽ ചെടി. സുന്ദരവനം എന്ന പേര് ലഭിക്കാൻ കാരണമായ കണ്ടൽ ചെടി ഏതാണ്? ഏതാ? 15 റൈറ്റ് ആൻസർ ഏത് വരും? ഏതാ? അടയാളപ്പെടുത്തി വിചാരിക്കുന്നു. സുന്ദരി കണ്ടലാണ് കേട്ടോ. ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി. ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി ഏതാണ്? അടയാളപ്പെടുത്തിയോ? ഏതാ? സർവേ ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും വലിയ സംസ്ഥാനം, ഇന്ത്യയുടെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം എന്ന് പറയുന്നത്? 17 റൈറ്റ് ആൻസർ ഏത് വരും? രാജസ്ഥാനാണ്. ചില വ്യവസായിക യൂണിറ്റുകൾ പേരുകൾ ചുവടെ കൊടുത്തിരിക്കുന്നു. ഇവയിൽ നിന്ന് സഹകരണ വ്യവസായത്തിന് ഉദാഹരണം കണ്ടെത്തുക. കുറച്ച് വ്യവസായ യൂണിറ്റുകളുടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യവസായം ഏതെന്ന് ചോദിച്ചേക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി അമൂലാണ് അല്ലെ. അമൂലാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. സൂചനകൾ ശ്രദ്ധിക്കുക. 2 സൂചന കൊടുത്തിട്ടുണ്ട്. ശരിയായ ഓപ്ഷൻ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഏതൊക്കെയാണ് ശരിയായ ഓപ്ഷൻ എന്ന് നോക്കിയേ. 19 റൈറ്റ് ആൻസർ ഏത് വരും? അടയാളപ്പെടുത്തിയോ? ഏതാ? റുക്കേല സ്റ്റീൽ പ്ലാന്റ് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചതാണെന്നാണ് ശരിയായിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ചോദ്യം: ചുവടെ നൽകിയിട്ടുള്ള സൂചനകളിൽ നിന്ന് പ്രാദേശിക വാതകത്തിന്റെ പേര് തിരിച്ചറിയുക. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന ഉഷ്ണക്കാറ്റ്, ഉത്തരേന്ത്യൻ സമതലത്തിൽ വേനലിന്റെ തീക്ഷ്ണത വർദ്ധിപ്പിക്കുന്നു, രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്നു. അതിനകത്ത് ഏതാണ്? കാൽബൈശാഖി ആണോ, മാംഗോ ഷവർ ആണോ, വടക്ക് കിഴക്ക് മൺസൂൺ ആണോ, ലൂ ആണോ? ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ലൂ ആണ് റൈറ്റ് ആൻസർ. താഴെ പറയുന്നതിൽ അക്ഷാംശ രേഖകളിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് ഏതെന്നാണ് തിരിച്ചറിയുക. താഴെ പറയുന്നവയിൽ അക്ഷാംശ രേഖകളിൽ ഇന്ത്യയിൽ കടന്നു പോകുന്നവ ഏതെന്ന് തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഉത്തരായന രേഖയാണ്. ഉത്തരായന രേഖ ഒന്ന് മാത്രം എന്താണ് കേട്ടോ. പ്രശസ്ത അവനെ 2 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം അറബിക്കടലിൽ പതിക്കുന്നവ സൂചന. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാന അറബിക്കടലിൽ പതിക്കുന്നത് ഏതെന്ന് ചോദിച്ചേക്കുന്നത്. ഏതാണ് ഇതിനകത്ത് അറബിക്കടലിൽ പതിക്കുന്നത്? 22 റൈറ്റ് ആൻസർ ഏത് വരും ഇതിനകത്ത്? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. പെരിയാറും താപ്തിയുമാണ് അറബിക്കടലിൽ പതിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽവേ ശൃംഖല താഴെ പറയുന്നവയിൽ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല താഴെ പറയുന്നവയിൽ ഏതെന്ന് ചോദിച്ചേക്കുന്നത്. ഏതാണ് 23 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ഡൽഹിയാണ് കേട്ടോ. ഡൽഹി 23 ഡൽഹിയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരും. അടുത്ത ചോദ്യം നോക്കാം. സ്വത്തവകാശ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏത്? ഏതാണ്? ഓപ്ഷൻ സി 44ാം ഭേദഗതിയാണ് അല്ലെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരാണ്? അടയാളപ്പെടുത്തിയോ? ഏതാ? രംഗനാഥ മിശ്രയാണ് അല്ലെ. നെക്സ്റ്റ് വൺ: ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചത്. ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാണ് 3 റൈറ്റ് ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി 1947 ജൂലൈ 22. വന്ദേ ഭാരത് മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? 4 റൈറ്റ് ആൻസർ ഏത് വരും? ഓപ്ഷൻ എ സംസ്കൃതത്തിലാണ് കേട്ടോ. സംസ്കൃതം. ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം സത്യമേവ ജയതേ. സത്യമേവ ജയതേ.
6 റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാ? ആനയാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായിട്ട് വരുന്നത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം എന്ന 2005 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഏതാണ്? പാർട്ട് 4A കേട്ടോ. റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം. റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഏതാണ്? 226. ഏതാണ്? 226. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? പിംഗലി വെങ്കയ്യാണ് കേട്ടോ. പിംഗലി വെങ്കയ്യാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി. ഇന്ത്യയുടെ ദേശീയ നദി. ഇന്ത്യയുടെ ദേശീയ നദി ഏതാ? ഗംഗയാണ് ഇന്ത്യയുടെ ദേശീയ നദി. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത്. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് എന്നാ? 1950 ജനുവരി 24 ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത്. 13 റൈറ്റ് ആൻസർ ഏത് വരും? 13 ഓപ്ഷൻ ഡി 3:2 ആണ് കേട്ടോ. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ അളവിന്റെ അംശബന്ധം 3:2. വന്ദേ മാതരം ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? വന്ദേ മാതരം ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? ബംഗാളി ഭാഷയിലാണ്. ബംഗാളി ഭാഷയിൽ. ഇന്ത്യയുടെ ജലജീവിയായി ഗംഗാ ഡോൾഫിന് അംഗീകാരം ലഭിച്ച വർഷം. ഇന്ത്യയുടെ ജലജീവിയായിട്ട് ഗംഗാ ഡോൾഫിനെ അംഗീകാരം ലഭിച്ച വർഷം ഏതാ? 15 റൈറ്റ് ആൻസർ. 2009 ഇന്ത്യയുടെ ജലജീവിയായി ഗംഗാ ഡോൾഫിനെ അംഗീകാരം ലഭിച്ചത്. ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് കാറ്റഗറി 3 and 2 സോഷ്യൽ സയൻസിന്റെയോ HSA സോഷ്യൽ സയൻസിന്റെയോ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏതാണോ സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടത് അത് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഫസ്റ്റ് ചോദ്യം. നെക്സ്റ്റ് ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമായിട്ട് വരുന്നത് ഏത് വരും? അടയാളപ്പെടുത്തി. ഓപ്ഷൻ സി ഇരവികുളമാണ് കേട്ടോ. കേരള സംസ്ഥാനം നിലവിൽ വന്നത്. കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ്? 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നത്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ്. മൂസരിസ് പൈതൃക പദ്ധതി പ്രദേശങ്ങളിൽ കേരളത്തിലെ ഏത് ജില്ലയിൽ വ്യാപിച്ചു കിടക്കുന്നു? മൂസരിസ് പൈതൃക പദ്ധതി പ്രദേശങ്ങൾ കേരളത്തിലെ ഏത് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ ബി എറണാകുളം, തൃശ്ശൂരാണ് കേട്ടോ. ഇനി ഇരവികുളം, പാമ്പാടും ചോല, സൈലന്റ് വാലി, മതികെട്ടാൻ ചോല ഇവയിൽ വേറിട്ട ജില്ലകളിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ്? ഏതാണ് 113 റൈറ്റ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലി. ഇതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ മേൽപ്പറ കേരളത്തിലെ ഏറ്റവും അനുയോജ്യമായ ശ്രേണി കണ്ടെത്തുക. ഇതിനകത്ത് ഏതാണ് കേരളത്തിലെ ഏറ്റവും അനുയോജ്യമായ ശ്രേണി വരിക? ഒന്നല്ലേ? ആന, വേഴാമ്പൽ, കണിക്കൊന്ന, തെങ്ങ് അല്ലെ? എന്താ പ്രത്യേകത? കേരളത്തിലെ മൃഗമാണ് ഏത്? ആന അല്ലെ? വേഴാമ്പല് കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയാണ്. കണിക്കൊന്ന കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പമാണ്. തെങ്ങ് കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷമാണ് അല്ലെ? അപ്പൊ ഓപ്ഷൻ ബി ഫസ്റ്റ് വൺ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ചോദ്യം. കേരളത്തിലെ ഭൂമിശാസ്ത്ര വിഭാഗമായി ഇടനാട് സ്ഥിതി ചെയ്യുന്നത്. ഇടനാട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മലനാടിനും തീരപ്രദേശത്തിനും മധ്യേ ആണ് ഇടനാട്. അതായത് ഇടനാട് ഇടയിൽ സ്ഥിതി ചെയ്യുന്നത് അല്ലെ? മലനാടിനും തീരപ്രദേശത്തിനും ഇടയിൽ. ഇനി കേരളത്തിൽ ചില വൈദ്യുത പദ്ധതികൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരെണ്ണം മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തം പുലർത്തുന്നു. ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്? ഏതാണ് വ്യത്യസ്തം പുലർത്തുന്നത്? ഓപ്ഷൻ ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അവിടെ? ഓപ്ഷൻ സി ആണല്ലേ? പള്ളിവാസലാണ്. പള്ളിവാസൽ. നെക്സ്റ്റ് വൺ. താഴെ തമ്മിലുള്ള KCBയുടെ ഉടമസ്ഥയിലുള്ള വൈദ്യുത പദ്ധതി ഏതെല്ലാം? KCBയുടെ ഉടമസ്ഥയിലുള്ള വൈദ്യുത പദ്ധതികൾ ഏതെല്ലാം എന്ന് ചോദിച്ചേക്കുന്നത്. 117 റൈറ്റ് ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി ഇവയെല്ലാം എന്നാണ്. ശബരിഗിരി, ഇടമലയാറ്, കുറ്റ്യാടി, പെരിങ്ങോൾകുത്ത് ഇവയെല്ലാം. ഈ 118 റൈറ്റ് ആൻസർ ഏതൊക്കെയാണ് നോക്കാം. കേരളത്തിലെ ശുദ്ധജല തടാകങ്ങൾ ചുവടെ തന്നിട്ടുള്ളവയിൽ വ്യത്യസ്ത പുലർത്തുന്ന തടാകം. കേരളത്തിലെ ശുദ്ധജല തടാകങ്ങൾ ചുവടെ തന്നിട്ടുള്ളവയിൽ വ്യത്യസ്ത പുലർത്തുന്ന തടാകം ഏത്? 118 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ മാനഞ്ചിറാണ് കേട്ടോ. മാനഞ്ചിറയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അയ്യങ്കാളി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? അയ്യങ്കാളി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? 119 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ വെള്ളയാണി. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നു. ഓപ്ഷൻ സി ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ് ജലത്തിലെ പൂരം എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ.
മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ പെട്ടിമുടി ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ പെട്ടിമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചേക്കുന്നത്. ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി ഇടുക്കിയിലാണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി, ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി പെരിയാറാണ്. കേരളത്തിൽ വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം, കേരളത്തിൽ വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? ചെന്തുരുണി വന്യജീവി സങ്കേതമാണ്. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം, കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന എത്ര നദികളാണ്? 124. ഓപ്ഷൻ എ 40 നദികളാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്. 3 നദികൾ കിഴക്കോട്ട് ഒഴുകുന്നു അല്ലെ. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി, ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഓപ്ഷൻ ബി പമ്പയാണ്. സൈലന്ത്രി വനം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം, സൈലന്ത്രി വനം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? സൈലന്റ് വാലിയാണ്. കേരള കൃഷി വകുപ്പിന്റെ കീഴിൽ സംസ്ഥാന കീടനിരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഏത് ജില്ലയിലാണ്? എവിടെയാണ്? 127. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആലപ്പുഴയാണ് അല്ലെ. കേരളത്തിൽ തെക്കേയർ നിയമസഭാ മണ്ഡലം ഏതാണ്? തെക്കേയർ നിയമസഭാ മണ്ഡലം നെയ്യാറ്റിൻകരയാണ്. കേരളത്തിന്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം, കേരളത്തിന്റെ ഭാഗമല്ലാത്തത് ഏതാണ്? മരുപ്രദേശമാണ് കേരളത്തിന്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗമായിട്ട് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ, കേരള സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല ഏതാണത്? 130. റൈറ്റ് ആൻസർ ഏത് വരും? ഓപ്ഷൻ സി കാസർഗോഡാണ്. പാലക്കാട് ചുരത്തിൽ ഒഴുകുന്ന നദി, പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. കേരളത്തെ ഏറ്റവും വലിയ ഭൂമേഖല, കേരളത്തെ ഏറ്റവും വലിയ ഭൂമേഖല മലനാടാണ്. ഏതാണ്? മലനാട്. ഭാരതപ്പുഴയെ വെള്ളയാങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്നത്, ഭാരതപ്പുഴയെ വെള്ളയാങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്നത് ഏതാണ്? 133. റൈറ്റ് ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി പൊന്നാനി കായലാണ്. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോട് കൂടി പെയ്യുന്ന വേനൽ മഴ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണ്? 144. ഓപ്ഷൻ എ മാംഗോ ഷവർ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കേരളത്തിൽ രണ്ടാമത്തെ ദേശീയോദ്യാനത്തിന്റെ പേര്, കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനത്തിന്റെ പേരെന്താണ്? 135. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി സൈലന്റ് വാലിയാണ്. പെരിയാർ വന്യമൃഗ സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ഇടുക്കി ജില്ലയിലാണ്. കേരള മത്സ്യഫെഡിന്റെ ആസ്ഥാനം, കേരള മത്സ്യഫെഡിന്റെ ആസ്ഥാനം ഏതാണ്? തിരുവനന്തപുരമാണ് കേരള മത്സ്യഫെഡിന്റെ ആസ്ഥാനം. ചൂലന്നൂർ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചൂലന്നൂർ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട് ജില്ലയിലാണ് ചൂലന്നൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്ന് ചോദിച്ചേക്കുന്നത്. 156. റൈറ്റ് ആൻസർ ഏത് വരും? 156. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി കൊച്ചിയിലാണ് കേട്ടോ. ഏതാണ്? കൊച്ചിയാണ്. ജനപങ്കാളിത്തം നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏത് പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് പുഴയിലാണ് മീൻവല്ലം പദ്ധതി സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി തൂതപ്പുഴയാണ്. മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല, മണിയാർ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി പത്തനംതിട്ട ജില്ലയിലാണ് മണിയാർ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 966 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? 966 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്ന അടയാളപ്പെടുത്തിയോ? ഏത് വരും? ഫറോക്ക് പാലക്കാടാണ് കേട്ടോ. പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ്? ഏത് നദിയിലാണ് പള്ളിവാസൽ പദ്ധതി? മുതിരമ്പുഴ നദിയിലാണ് അല്ലെ. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം, കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം ഏത് വർഷം ആരംഭിച്ചേ? 1972. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 744 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 744 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി തിരുമംഗലം, കൊല്ലമാണ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. കേരളത്തിലെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം, കേരളത്തിലെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചേക്കുന്നത്. ഏതാണ് വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? 163. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ കർണാടകയാണ് കേട്ടോ. കേരളത്തിലെ ആകെ താലൂക്കുകളുടെ എണ്ണം, കേരളത്തിലെ ആകെ താലൂക്കുകൾ എത്രയാണ്? എത്ര താലൂക്കുകളാണ് കേരളത്തിൽ മൊത്തം ഉള്ളത്? ഏതാണ്? ഓപ്ഷൻ ഡി 77 താലൂക്കുകൾ. പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാടാണ്. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം, കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം ഏതാ? അടയാളപ്പെടുത്തിയോ? ഏതാ? കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്, കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏതാണ്? 167. റൈറ്റ് ആൻസർ ഏത് വരും? അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ചാണ് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത്, കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് ഏതാണ്? 168. റൈറ്റ് ആൻസർ ഏത് വരും? ഓപ്ഷൻ എ മഞ്ചേശ്വരം. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന് എത്ര ശതമാനമാണ് കേരളം? ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന് എത്ര ശതമാനമാണ്? 1.18% ആകെ വിസ്തീർണത്തിന്. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം, കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള എവിടെയാ? കുണ്ടറയിലാണ് കളിമൺ നിക്ഷേപം കൂടുതൽ ഉള്ളത്.
ഇൻഡോ നോർവിജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്ട്. ഇൻഡോ നോർവിജിയൻ ഫിഷറീസ് കമ്മ്യൂണിഷൻ പ്രൊജക്ട് ഏതാണ്? 171 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി നീണ്ടകരയാണ്. KCBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ്. KCBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ഏതാണ്? ബ്രഹ്മപുരമാണ്. ഏതാണ്? ബ്രഹ്മപുരം. അപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ HSA സോഷ്യൽ സയൻസിനും കാറ്റഗറി 3 and 2 സോഷ്യൽ സയൻസിനും വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തെരഞ്ഞെടുത്ത 50 ചോദ്യങ്ങളാണ് നോക്കിയത് സിലബസ് ബേസ്ഡ് പ്രകാരമുള്ള. അപ്പൊ ഈ 50 മാർക്ക് ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര എണ്ണം ശരിയായെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറിലോ മെസ്സേജ് അയക്കുക. HSA സോഷ്യൽ സയൻസിന്റെയും കാറ്റഗറി 3 and 2 സോഷ്യൽ സയൻസിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ്. വേണ്ടവരൊക്കെ മെസ്സേജ് അയക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.